ഗുഡ് ഈവനിംഗ്. ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അരങ്ങ് നിറയുകയാണ്. കോൺഗ്രസ് സീറ്റ് പ്രഖ്യാപനം പൂർത്തിയാക്കി, പോരാട്ടത്തിന് സജ്ജമായി. സ്ഥാനാർത്ഥികളുടെ ചിത്രം ഏറെക്കുറെ വ്യക്തമായി. കളം നിറഞ്ഞ് UDF സ്ഥാനാർത്ഥികളും എത്തിക്കഴിഞ്ഞു. പക്ഷേ അകത്തളപ്പോര് അവസാനിച്ചിട്ടില്ല, അതിപ്പോഴും തുടരുന്നു. ഒഴിവാക്കപ്പെട്ടതിൽ അസംതൃപ്തി തുറന്നു പറയുകയാണ് പല നേതാക്കളും. കല്യാശ്ശേരിയിൽ, തളിപ്പറമ്പിൽ, പയ്യന്നൂരിൽ ഒക്കെ അസംതൃപ്തി പുകയുന്നതിൻ്റെ ദൃശ്യങ്ങൾ വരുന്നു. പുനലൂരിൽ മുസ്ലിം ലീഗും കോൺഗ്രസും നേർക്കുനേർ വരുന്നു. ഇടുക്കിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ ജോസഫ് വിഭാഗം കോപ്പുകൂട്ടുന്നു. കോൺഗ്രസ് സജ്ജമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറയുന്നു. കല്ലുകടി തീരുന്നില്ല. പക്ഷേ അത് കോൺഗ്രസിന്റെ രീതിയാണ്. ഒടുവിൽ ശുഭ പര്യവസാനം ഉണ്ടാകും എന്ന് ഉറപ്പിക്കുന്നു UDF. തലസ്ഥാനത്ത് ചില അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ നടക്കുന്നു. സിനിമാ താരം സുധീർ കരവന ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകുന്നു. താരപ്രഭ രാഷ്ട്രീയ വിജയമായി മാറുമോ? ഇതിനിടെ തളിപ്പറമ്പിൽ ഒരു പുതിയ രാഷ്ട്രീയ നീക്കവും നടക്കുന്നുണ്ട്. കെ സുധാകരനെ കണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ ചർച്ച നടത്തി. പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു സുധാകരൻ. പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങും എന്ന് പറയുന്നു. ഇത് മണ്ഡലത്തിലെ സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കും? കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടം ചൂടുപിടിക്കുമ്പോൾ അപ്രതീക്ഷിത നീക്കങ്ങൾ എന്തെല്ലാം? വെൽക്കം ടു ദ ഇലക്ഷൻ ചാനൽ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. UDFന് 100 സീറ്റുകളിൽ കൂടുതൽ ലഭിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാത്ത പക്ഷം താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട് VD സതീശൻ. കെ സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പ്രതിപക്ഷം നേതൃസ്ഥാനം രാജിവെക്കുമെന്നൊക്കെ വ്യാജ വാർത്തകൾ മാധ്യമങ്ങൾ പരത്തി എന്നൊക്കെ സതീശൻ ആരോപിക്കുകയാണ്. ഒരു പ്രതികരണം ഉണ്ടായില്ല, ആരുടെയും പ്രതികരണം ഉണ്ടായില്ല. നിങ്ങൾ ഉണ്ടാക്കിയതാണ്. സുധാകരേട്ടൻ പ്രതികരിച്ചോ? വല്ലതും പറഞ്ഞോ? അടൂർ പ്രകാശ് വല്ലതും പറഞ്ഞോ? അടൂർ പ്രകാശ് എന്താ ഇന്നലെ പോസ്റ്റ് ഇട്ടത്? അതേ പോസ്റ്റ് ഇട്ടത് എന്താ? പാർട്ടിയാണെന്ന്. പാർട്ടി അതന്നെ പാർട്ടിയാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പിൻവലിച്ചാണ് വാർത്ത. പാർട്ടിയാണ്. ഒരാളും കോൺഗ്രസിൽ ഉണ്ടാക്കിയില്ല. കോൺഗ്രസിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, എല്ലാവരും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു, പാർട്ടിയാണ് പ്രധാനം എന്ന് കെ സുധാകരൻ പറഞ്ഞതായും ഒക്കെ VD സതീശൻ വ്യക്തമാക്കുന്നു. അടൂർ പ്രകാശിന്റെ നിലപാട് നിങ്ങൾ കണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു. ഏതായാലും കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 37 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായതോടെ പക്ഷേ കോട്ടയത്തിൽ ചില UDFൽ ചില അസംതൃപ്തികൾ പുകഞ്ഞു. ജോസഫ് വാഴക്കൻ, ടോമി കല്ലാനി, അതുപോലെ വിൽസൺ മാത്യൂസ് തുടങ്ങിയ നേതാക്കളൊക്കെ തഴയപ്പെട്ടു എന്നതൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ വരികയും ചെയ്തു. അപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ പരസ്യ പ്രചാരണവുമായി 2 പ്രമുഖ നേതാക്കൾ ഇന്ന് പാർട്ടി വിട്ടു. അവർ BJPയിൽ ചേർന്നു. 2021 ചിറങ്കീഴ്ച സ്ഥാനാർത്ഥിയായിരുന്ന BS അനൂപും അതുപോലെ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KPCC നിർവാഹക സമിതി അംഗവുമായ RS അരുൺകുമാറുമാണ് BJPയിൽ അംഗത്വമെടുത്തത്. രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് അനൂപിൻ്റെ നീക്കം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് ഇവർ അംഗത്വം സ്വീകരിച്ചു. ഇരുവരും ചിറയൻകീഴിലും ചടയമംഗലത്തും NDA സ്ഥാനാർത്ഥികളായി മത്സരിക്കും എന്നൊക്കെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അപ്പോൾ കോൺഗ്രസിൽ പലതരത്തിലുള്ള അസംതൃപ്തികൾ ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ് അത്. ഏതായാലും എന്നോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാൻ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ K ഷാജി കൂടി ചേരുന്നുണ്ട്. ശ്രീ K ഷാജി, എല്ലാം അവസാനിച്ചു, ഇതൊക്കെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്നാണ് VD സതീശൻ പറയുന്നത്. ഇതെല്ലാം മാധ്യമ സൃഷ്ടിയായി മാത്രം എഴുതിത്തള്ളാൻ കഴിയുമോ? ഇതിന് മാധ്യമ സൃഷ്ടി എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു കോൺഗ്രസിന്റെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. എല്ലാ കാലത്തും കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് വലിയ തർക്കങ്ങൾ ഉണ്ടാവുന്നു, വലിയ ഡ്രാമകൾ ഉണ്ടാവുന്നു. അപ്പൊ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറച്ച് കുറവുണ്ട്. കാരണം നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിച്ചതാണ്. ഇത്രയൊക്കെ ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ സുധാകരന്റെ കാര്യത്തിൽ തന്നെ വലിയ ഒരു അപ്പൊ സതീശന്റെ ഈ വാദം ഇതൊക്കെ മുമ്പ് ഉണ്ടാകുന്നതാണ്, പക്ഷെ ഇത് കുറഞ്ഞു, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അത് ഒരു ശുഭസൂചനയാണോ ഷാജി? അല്ല, ഇതൊരു ശുഭസൂചന എന്നതിന്റെ അപ്പുറം
കോൺഗ്രസിന് എല്ലാ കാലത്തും ഇതിനൊക്കെ തന്നെയായിരുന്നു. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ഇല്ലല്ലോ. കാരണം കോൺഗ്രസിന് വരുന്ന പ്രത്യേകിച്ച് അടുത്ത വർഷത്തെ പോലുള്ള അല്ലെങ്കിൽ BJP പോലുള്ള പാർട്ടികളെ പോലെ അല്ല കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അതിന് വരുന്ന ഏതാണ്ട് എല്ലാവരും നേതാവാകാനും ഇലക്ഷന് മത്സരിക്കാനും ഒക്കെ വേണ്ടി തന്നെയാണ് വരുന്നത്. അപ്പൊ അവസരം കിട്ടാതെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ നിരാശപ്പെടും, അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് ചാച്ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായി ഇനിയും വിസ്മയങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അതിനകത്തിപ്പോ എനിക്ക് തോന്നുന്നത് സതീശന്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നുള്ളതല്ലാതെ ഈ വിസ്മയങ്ങളൊക്കെ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഒരുപാട് ആളുകൾ അസംതൃപ്തരാണ്. പിന്നെ എല്ലാവർക്കും ആഗ്രഹം എന്താ, ഇലക്ഷൻ മത്സരിക്കുക, MLA ആവുക, പറ്റിയാൽ ഭരണം കിട്ടുകയാണ്. കാരണം 10 വർഷത്തെ ഒരു നീണ്ട കാലാവധിക്ക് ശേഷമാണ് കോൺഗ്രസിന്റെ മുന്നിൽ ഒരു ഭരണ സാധ്യത തെളിയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും മത്സരിക്കണം, കഴിയുന്നത്ര ആളുകൾക്ക് മന്ത്രിയാവണം, അത് നല്ല വകുപ്പ് കിട്ടണം. ഇതൊക്കെ ഒരു തുടക്കമാണ്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇനി കോൺഗ്രസിന് ഭൂരിപക്ഷം കൂടുതൽ UDF ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത്രിസഭ രൂപീകരണ സമയത്തൊക്കെ ഇതിനേക്കാൾ കൂടുതൽ വലിയ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ വേറൊരു വശത്ത് പക്ഷേ ഷാജി, ഇതിൽ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പോ പണ്ട് കോൺഗ്രസിൽ നിന്ന് പിണങ്ങിപ്പോകുന്നവരെല്ലാം ഒരുപക്ഷെ ഇടതുചേരിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കൂടുതൽ ആളുകളും BJP-യിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് അല്ലേ? അല്ലെങ്കിൽ CPM-ൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, ഇപ്പൊ CPM-ൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ നമ്മൾ വിചാരിക്കാത്ത ലെവലിൽ BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിനകത്ത് ആളുകളുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ LDF UDF അപ്പുറത്തുള്ള ഒരു പാർട്ടിയിലേക്ക് പോകുന്നതിന് ആളുകൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പഴയ പോലെ BJP-യോടുള്ള ഒരു അറപ്പ് പോലെ BJP വിട്ടു നിർത്തണമെന്നോ അകറ്റി നിർത്തണമെന്നോ ചിന്തയൊന്നും ആളുകൾക്കില്ല. കാരണം ഇത് വളരെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലെവലിൽ. അപ്പൊ ഇവിടെ ഒരു അവസരം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് എന്തെങ്കിലും പെട്ടെന്ന് കിട്ടണം എന്നുള്ള ഒരു ചിന്ത ആളുകൾക്കുണ്ട്. അപ്പൊ പഴയ പോലെ ഐഡിയോളജിയുടെ മുകളിലോ മതനിരപേക്ഷതയെ കുറിച്ച് പറഞ്ഞുകൊണ്ടോ ആശയങ്ങളുടെ മുകളിലൊന്നല്ലോ ആളുകൾ കാര്യം മാറുന്നത്. കൃത്യമായിട്ട് സീറ്റ് കിട്ടാത്തതിന്റെ മുകളിലാണ്. സീറ്റ് തന്നാൽ ഞാനിവിടെ നിൽക്കും, അല്ലെങ്കിൽ സീറ്റ് കിട്ടിയിട്ട് ഞാൻ അപ്പുറത്ത് പോകും. ഇപ്പൊ CPI നേതാക്കന്മാര് അങ്ങനെ പോയ ആളുകളുണ്ട്, MLA അടക്കമുള്ള ആളുകളുണ്ട്. അപ്പൊ ഇതൊരു പുതിയ കാലത്തൊരു പുതിയൊരു ട്രെൻഡാണ്. ഇതൊരു സാംക്രമിക രോഗം പോലെ മുന്നണികൾക്ക് അതീതമായിട്ട് ഭാഗ്യാന്വേഷികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ഭാഗ്യാന്വേഷികളായ ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് നിൽക്കണമെന്നില്ല, അവർ എവിടെ വേണമെങ്കിലും പോകും. അതിനകത്ത് ഐഡിയോളജി ഒരു പ്രശ്നമല്ല. ഐഡിയോളജിക്ക് വേണ്ടിയിട്ടല്ലോ ഈ മാറ്റങ്ങൾ. പക്ഷേ എൻ്റെ ഒരു കാര്യം കൂടി ഞാൻ ഷാജിയോട് ചോദിക്കട്ടെ. ഇവിടെ ഇതിപ്പോൾ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിച്ച് കഴിയുമ്പോഴേക്ക് ഈ പ്രശ്നമൊക്കെ ഏറെക്കുറെ അവസാനിച്ച് ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ? അതോ കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം വരെ ഇത് വേട്ടയാടിക്കൊണ്ടിരിക്കുമോ? അങ്ങനെയൊന്നും തോന്നുന്നില്ല. കാരണം സാധാരണ കോൺഗ്രസിന്റെ രീതി അങ്ങനെയാണ്. മറ്റു പാർട്ടികൾ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും പ്രചാരണം നടത്തുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിന് അവസാന നിമിഷം വരെ ഒരുപാട് സംഘർഷങ്ങളുണ്ടാവും. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു മൂഡിലേക്ക് ആളുകൾ എത്തിക്കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവുകയും പഴയതെല്ലാം മറന്ന് പ്രവർത്തകർ സജീവമായിട്ട് ഇറങ്ങുകയും നേതാക്കന്മാർ ശക്തമായിട്ട് പ്രചാരണത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് അവസാനിക്കും. പിന്നെ ഇതൊരു ജനാധിപത്യത്തില് വളരെ സ്വാഭാവികമാണ്. ജനാധിപത്യത്തിൽ നിലനിൽക്കുന്ന ജനാധിപത്യത്തിന് അടിസ്ഥാനമാക്കിയ രാഷ്ട്രീയ പാർട്ടികളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും. മറിച്ച് മുകളിൽ ഒരു വളരെ കേന്ദ്രീകൃതമായ ഒരു ചോദ്യം ചെയ്യാത്ത നേതൃത്വം ഒരുക്കുകയും ആ നേതൃത്വം അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ മുകളിൽ താഴേക്ക് കെട്ടിയിറക്കുകയും ചെയ്ത സ്ഥലത്ത് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നില്ല. ഇപ്പൊ കാരണം കോൺഗ്രസിന് ഇപ്പോഴും എവിടെയൊക്കെ ചില ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട്. അതിനങ്ങനെ പോസിറ്റീവായി കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, വ്യക്തമാണ്. വളരെ നന്ദി ഷാജി താങ്കളുടെ ഒരു നിരീക്ഷണം പങ്കുവച്ചതിന്. ഏതായാലും തളിപ്പറമ്പിൽ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനും പയ്യന്നൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദുമൊക്കെ സ്ഥാനാർത്ഥികളാകും, തിങ്കളാഴ്ച നോമിനേഷൻ നൽകുമൊക്കെ എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. ജില്ലയിൽ തങ്ങളെ ആക്രമിക്കാൻ നേതൃത്വം നൽകിയ CPM നേതാക്കൾക്ക് സീറ്റ് നൽകിയത് അംഗീകരിക്കാനാകില്ല എന്നവർ പറയുകയും ചെയ്യുന്നു. കോൺഗ്രസ് തീരുമാനം അങ്ങനെ ഈ തങ്ങളെ ആക്രമിക്കാൻ വന്നവർക്ക് സീറ്റ് നൽകുകയാണെങ്കിൽ അത് അംഗീകരിക്കേണ്ട എന്ന് അവർ പറയുന്നു. തളിപ്പറമ്പിൽ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനും പയ്യന്നൂരിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദുമൊക്കെ തങ്ങൾ സ്ഥാനാർത്ഥികളാകും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് പയ്യന്നൂരിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഒന്ന് നോക്കാം. പയ്യന്നൂരിലെ കസേലകളി എങ്ങനെ? യെസ്, പയ്യന്നൂര് നമുക്കറിയാം. അത് AV കുഞ്ഞമ്പൂ തൊട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള ഇടത് നേതാക്കൾ എത്രയോ കാലം ശക്തമായി N സുബ്രഹ്മണ്യ ഷേണോയെ പോലെ, MV ആറിനെ പോലെ, CP നാരായണനെ പോലെ ഒക്കെ, പിണറായി വിജയനെ പോലെ, PK ശ്രീമതിയെ പോലെയൊക്കെ ഉള്ള ആളുകൾ മത്സരിച്ചിട്ടുള്ള വലിയ ശക്തമായ ഒരു മണ്ഡലമാണ്. മണ്ഡലത്തിൻ്റെ കണക്കുകൾ ഇപ്പോൾ
എനിക്ക് ഇവിടെ ലഭ്യമാണ്. മണ്ഡലത്തിൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ടി.ഐ. മധുസൂദനൻ നേടിയ വോട്ടുകൾ 93,000-ലധികം വോട്ടുകളാണ്. 93,695 വോട്ടുകളാണ് ടി.ഐ. മധുസൂദനൻ നേടിയിരിക്കുന്നത്. അതേസമയം കോൺഗ്രസിന് കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുള്ളത് 43,915 വോട്ടുകൾ ആണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് ഇതിൽ വ്യക്തമാകുന്നത്. അപ്പോൾ BJPക്ക് വലിയൊരു നിർണായകമായൊരു സ്വാധീനം കഴിഞ്ഞ തവണ ഈ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അവിടെ KK ശ്രീകുമാറിന് അവിടെ കിട്ടിയത് 11,308 വോട്ടുകൾ മാത്രമാണ്. 2018 കണക്ക് കുറെ കൂടി 16 കണക്ക് കുറെ കൂടി വ്യത്യസ്തമാണ്. 2016 നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. 2016 സി കൃഷ്ണനാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. സി കൃഷ്ണൻ നേരത്തെ പിണറായി വിജയനും PK ശ്രീമതിക്കും ശേഷമാണ് ശ്രീകൃഷ്ണൻ അവിടെ 2016-ലും 2011-ലും ഒക്കെ അവിടെ ജയിക്കുന്നത്. 2011 ശ്രീകൃഷ്ണൻ 78,116 വോട്ടുകൾ നേടുന്നു. 2016 ആകുമ്പോൾ അത് 83,226-ലേക്ക് നീങ്ങുന്നു. അതാണ് ടി.ഐ. മധുസൂദനൻ 2021 ആകുമ്പോഴേക്കും 93,695-ലേക്ക് ഉയർത്തുന്നത്. അപ്പോൾ UDFന്റെ വോട്ട് അവിടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയൊരു ഉയർച്ച UDF വോട്ടുകളിൽ ഇല്ല. മറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് 2011 കെ പ്രജിത്ത് അവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ 45,992 വോട്ടുകൾ അവിടെ കെ ബ്രിജേഷ് കുമാറിന് ലഭിക്കുന്നു. അത് 2011-ലാണ്. അതോടൊപ്പം 2016 സാജിദ് മടവിൽ UDF സ്ഥാനാർത്ഥിയായി വരുമ്പോൾ 42,963 വോട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പം വോട്ട് വീണ്ടും കുറയുകയാണ്. അപ്പം 45,000-നും 43,000-നും ഇടയിൽ ആണ് അവിടെ വോട്ടുകൾ കിട്ടുന്നത്. പ്രദീപ് കുമാറാണ് ഏറ്റവും ഒടുവിൽ 2021 അവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ 43,915 വോട്ടുകൾ ആണ് നേടുന്നത്. BJPയുടെ വോട്ട് ശതമാനം അവിടെ വലിയ നിർണായകമല്ല. നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അത് 2011 5,000 ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ഇരട്ടിയായി എന്ന് അവർക്ക് സമാശ്വസിക്കാം. 5,011-ൽ നിന്ന് അത് 5,019-ൽ നിന്ന് അത് 11,308-ലേക്ക് ഉയർന്നിരിക്കുന്നു. പക്ഷേ CPMന്റെ ഭൂരിപക്ഷം അവിടെ നമുക്ക് കാണാൻ കഴിയും. 32,124 2014-ലെങ്കിൽ അത് 2016-ലാകുമ്പോഴേക്കും 40,263-ലേക്ക് എത്തുന്നു. ഒടുവിൽ 2021 ആകുമ്പോൾ അത് 49,780-ലേക്ക് എത്തുന്നു. ഇപ്പോൾ ടി.ഐ. മധുസൂദനൻ വീണ്ടും തെരഞ്ഞെടുപ്പിൽ അവിടെ സ്ഥാനാർത്ഥിയായി ഇറങ്ങുകയാണ്. വി കുഞ്ഞികൃഷ്ണനെ UDF പിന്തുണയ്ക്കുന്നു. AP ഗംഗാധരൻ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അപ്പോൾ ഈ 2011-ലെ സാഹചര്യമല്ല, അത് കുറെ കൂടി മാറുന്ന ഒരു സാഹചര്യം വരുമോ? ഇതാണ് പയ്യന്നൂരിൻ്റെ രാഷ്ട്രീയ ചിത്രം എല്ലാവരും നോക്കിക്കാണുന്നത്. കാരണം പയ്യന്നൂർ നഗരസഭ വലിയ ഒരു ഇടതുകോട്ട എന്ന് തന്നെ പറയാവുന്നതാണ്. പെരിങ്ങോം വയൽക്കര പഞ്ചായത്തായിക്കോട്ടെ, അല്ലെങ്കിൽ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തായിക്കോട്ടെ, കരിവള്ളൂർ, പെരള, രാമന്തളി, എരമം, കുറ്റൂർ ഒക്കെയുള്ള പഞ്ചായത്തുകൾ, ചെറുപുഴ, ഇവിടെയെല്ലാം ശക്തമായ ഇടത് ശക്തി കേന്ദ്രങ്ങൾ ആണ്. ചെറുപുഴയിൽ കോൺഗ്രസിനും ശക്തി ഉണ്ട്. അങ്ങനെ സ്വാഭാവികമായി ഇത് ടി.ഐ. മധുസൂദനന് ഇതൊരു വലിയ മേൽക്കൈയാണ്. അവിടെ ഈ അദ്ദേഹം നേടിയിട്ടുള്ള ഏറ്റവും ഒടുവിൽ നേടിയിട്ടുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് 49,780 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അപ്പോൾ ഫർസിൻ മജീദ് സ്ഥാനാർത്ഥിയാകും എന്നൊക്കെ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ കൂടി ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ വരികയാണെങ്കിൽ എത്ര വോട്ടുകൾ പിളർക്കാൻ കഴിയും? അത് ഒരു വലിയ ഘടകമാണ്. ഈ 25,000-ലധികം വോട്ടുകൾ അദ്ദേഹത്തിന് പിളർക്കാൻ കഴിയുമോ എന്ന വലിയ ചോദ്യം അവിടെ അങ്ങനെ നിലനിൽക്കുകയാണ്. അതാണ് പയ്യന്നൂരിൻ്റെ ചിത്രം. ഇനി നമുക്ക് അമ്പലപ്പുഴയിലേക്ക് പോകേണ്ടതുണ്ട്. അമ്പലപ്പുഴയിൽ ജനകീയ സ്വതന്ത്രനായി മത്സരിക്കും എന്നാണ് ജി സുധാകരൻ്റെ പ്രഖ്യാപനം. നമുക്ക് ആ പ്രഖ്യാപനം കേൾക്കാം. പാർലമെന്റിൽ അസംബ്ലിയിൽ പോകുന്നവരൊന്നും കണ്ണടച്ച് വ്യാമോഹമില്ലാതാവും. അവർക്ക് യാതൊരു വ്യാമോഹവും, അവർ ശ്വാസോച്ഛ്വാസം പോലും പെടത്തില്ല. പാർലമെന്റിൽ പോകുന്ന വ്യാമോഹമാണ്. പാർട്ടി അയക്കുന്നതല്ലേ അവിടെ പോയി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോട് വാദിക്കാനാണ്. ഈ കേരളം ശ്രദ്ധിച്ചോട് പുസ്തകം നടത്തിയ ഒരാളുടെ പേര് പറ അവരൊക്കെ തന്നെ വീണ്ടും എല്ലാവരും മത്സരിക്കല്ലേ? അതെന്തിനാ? അത് പാർലമെന്ററി വ്യാമോഹമല്ലേ? ഞാൻ പറയുന്ന പാർലമെന്ററി വ്യാമോഹം എനിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോന്നും ചൂണ്ടിക്കാണിക്കും. എൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ഇനി പറയണ്ടല്ലോ.
യെസ്, അതാണ് പലതവണ മത്സരിച്ച ആളുകൾ തന്നെ പാർലമെന്ററി വ്യാമോഹം ഉണ്ട് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് എന്ത് അർത്ഥത്തിലാണ് എന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. അമ്പലപ്പുഴയിലെ 100-ലധികം കേന്ദ്രങ്ങളിൽ താൻ പ്രസംഗിക്കും എന്ന് അദ്ദേഹം പറയുന്നു. പോസ്റ്ററുകൾ, ബാനറുകൾ എല്ലാം അവിടെ ഉണ്ടാകും, പക്ഷേ അധികം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ നോമിനേഷൻ കൊടുക്കുന്ന തീയതി വൈകാതെ പ്രഖ്യാപിക്കും. പ്രചരണത്തിന് ഇന്ന് സുധാകരൻ ഇറങ്ങുകയൊക്കെ ചെയ്തു. ഇന്ന് ഈദ് ദിനമായിരുന്നു. അപ്പോൾ ഈദ് ദിനത്തിൽ കാക്കാഴം ജുമാ മസ്ജിദിൽ എത്തിയാണ് അദ്ദേഹം ഇന്ന് വോട്ടർമാരെ കണ്ടത്. വലിയ ഒരു അനുകൂല തരംഗം അവിടുത്തെ വോട്ടർമാരെ കാണുമ്പോൾ ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത് പോലെ തന്നെ ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും കൂടുന്നു. ചിലരോടൊക്കെ ആ ഘട്ടത്തിൽ ഞങ്ങളുടെ ലേഖിക ശരണ്യ സ്നേഹജൻ അവിടെ ഇത് ചോദിക്കുന്നുണ്ട്, ഈ അവരുടെ പ്രതികരണങ്ങളൊക്കെ. അപ്പോൾ പല ആളുകളും വലിയ ഒരു ആത്മവിശ്വാസം സുധാകരൻ ജയിക്കുമെന്ന കാര്യത്തിൽ പറയുന്നു. അവരൊക്കെ സുധാകരനൊപ്പം നിൽക്കുന്നതിൻ്റെ ഒക്കെ ദൃശ്യങ്ങൾ നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ വോട്ടർമാരെ കണ്ടു. പൊളിറ്റിക്കൽ ക്രിമിനലിസത്തിനെതിരെയാണ് തൻ്റെ ക്യാമ്പയിൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ജി സുധാകരൻ ഇവിടെ മത്സരത്തിനിറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും അമ്പലപ്പുഴയിൽ എന്ന ഒരു ചോദ്യം വളരെ ശക്തമായി അവിടെ മുന്നോട്ട് വരികയാണ്. അവിടുത്തെ ജനങ്ങൾ എന്ത് തരത്തിലുള്ള ഒരു പ്രതികരണമായിരിക്കും നടത്തുക? കാണാം നമുക്ക് അതിൻ്റെ കണക്കുകൾ. ഇതിൽ നമ്മൾ അമ്പലപ്പുഴയിലെ കണക്കുകൾ എടുക്കുമ്പോൾ അമ്പലപ്പുഴയിൽ 5 ഗ്രാമപഞ്ചായത്തുകൾ വരുന്നുണ്ട്. അമ്പലപ്പുഴ നോർത്ത്, അമ്പലപ്പുഴ സൗത്ത്, പുന്നപ്ര നോർത്ത്, അതുപോലെ പുന്നപ്ര സൗത്ത്, പുറക്കാട് മണ്ഡലങ്ങൾ വരുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ എച്ച് സലാം ആണ് ജി സുധാകരനെ നേരിടാനുള്ള CPM സ്ഥാനാർത്ഥി എന്ന് വ്യക്തമായി കഴിഞ്ഞു. ജി സുധാകരന് UDFൻ്റെ പിന്തുണയുണ്ട്. അരുൺ അനിരുദ്ധൻ ആണ് BJP ഇത്തവണ കളത്തിൽ ഇറക്കിയിട്ടുള്ള സ്ഥാനാർത്ഥി. അപ്പോൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ അവിടെ അമ്പലപ്പുഴയിൽ സുധാകരന് അല്ലെങ്കിൽ LDFന് ഒരു 10,000-ന് അധികം വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം നമുക്ക് ഈ കണക്കുകൾ നോക്കിയാൽ കാണാൻ കഴിയും. എല്ലാ ഘട്ടങ്ങളിലും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണ 10,000-ഓളം വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം, 11,125 വോട്ടാണ് സലാമിന് കഴിഞ്ഞ തവണ നമ്മളുടെ ഈ കണക്ക് നോക്കുമ്പോൾ ഭൂരിപക്ഷമായി വരുന്നത്. അതിന് മുന്നത്തെ വർഷം പക്ഷേ ജി സുധാകരൻ നേടിയത് 22,000-ലധികം വോട്ടുകളാണ് ഭൂരിപക്ഷമായി നേടുന്നത്. 22,621 വോട്ടിൻ്റെ ഭൂരിപക്ഷം നമുക്ക് കാണാൻ കഴിയും. 2011 ഈ ചിത്രം കുറെ കൂടെ വ്യത്യസ്തമാണ്, 16,520. അപ്പോൾ ഈ ജി സുധാകരന് ഈ മണ്ഡലത്തിൽ കാര്യമായ ഒരു മേൽക്കൈയുണ്ട് എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാം. അമ്പലപ്പുഴ എന്ന് പറയുമ്പോൾ VS അച്യുതാനന്ദനിൽ തുടങ്ങുന്നു ഈ അമ്പലപ്പുഴയുടെ അവിടുത്തെ ഒരു ചരിത്രം, രാഷ്ട്രീയ ചരിത്രം അങ്ങനെ ആരംഭിക്കുകയാണ്. അവിടുത്തെ MLA എന്ന നിലയിൽ VS അച്യുതാനന്ദൻ വരുന്നു. അതുപോലെ CK സദാശിവനെ പോലെ, സുജീല ഗോപാലിനെ പോലെ ഉള്ളവരിൽ നിന്നാണ് പിന്നീട് അഡ്വക്കേറ്റ് D സുഗതൻ ഈ മണ്ഡലം അവിടെ നിന്ന് പിടിച്ചെടുക്കുന്നത്. അത് D സുഗതൻ ഈ മണ്ഡലം 2001 അദ്ദേഹം പിടിച്ചെടുക്കുന്നു. പക്ഷേ ആ D സുഗതനെയാണ് 2006 ജി സുധാകരൻ തോൽപ്പിക്കുന്നത്. അന്ന് അദ്ദേഹം 11,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് 2006 ഈ പോരാട്ടം നടത്തി അദ്ദേഹം തോൽപ്പിക്കുന്നത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ടാണ് 2006, 2011 ഒക്കെ 2 തവണ ഈ ജി സുധാകരൻ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ കരുത്ത് തെളിയിക്കുന്നത്. അപ്പോൾ 2006, 2011, 16 അങ്ങനെ 3 തവണ അദ്ദേഹത്തിൻ്റെ കരുത്ത് അവിടെ അദ്ദേഹം തെളിയിക്കുകയാണ്. പിന്നീടാണ് 2021 അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് വിട്ടു നൽകുന്നു. അത് എച്ച് സലാമിനാണ് അദ്ദേഹത്തിന് പകരക്കാരനായി അവിടെ മത്സരിക്കുന്നത്. എച്ച് സലാമും പക്ഷേ ജി സുധാകരനോളം ലീഡ് ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിലും ഏറെക്കുറെ വോട്ടുകൾ LDFന് കിട്ടിയ വോട്ടുകൾ ജി സുധാകരൻ മത്സരിക്കുമ്പോൾ 63,000 വോട്ടുകളായിരുന്നു. നമ്മൾ ആ കണക്കുകൾ ഒന്നുകൂടി കാണിച്ചാൽ വ്യക്തമാവും. കണക്കുകൾ നോക്കിയാൽ നമുക്കറിയാം 63,000-ഓളം വോട്ടുകൾ ജി സുധാകരന് കിട്ടിയിരുന്നു. 63,728 വോട്ടാണ് 2011 കിട്ടുന്നതെങ്കിൽ 2016 അത് 63,069 വോട്ടുകൾ, ഏതാണ്ട് 63,000-ഓളം വോട്ടുകൾ അദ്ദേഹത്തിന് ഈ 2 ഘട്ടങ്ങളിലും നമുക്ക് ഈ കണക്കുകൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സലാമിന് കുറയുന്നത് ഒരു 2,000 വോട്ടിൻ്റെ കുറവാണ് പിന്നീട് കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എത്ര കണ്ട് ജി സുധാകരന് മാറ്റാൻ കഴിയും? അപ്പോൾ UDFന് അവിടെ ഒരു 40,000-ഓളം വോട്ടുകൾ, 40,000-നും 50,000-നും ഇടയിൽ വോട്ടുകളുണ്ട് എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. കാരണം 2011 അവിടെ M ലിജു മത്സരിക്കുന്ന ഒരു ഘട്ടത്തിൽ 47,000
വോട്ടുകളാണ് അവിടെ ജി സുധാകരനെതിരെ എം ലിജു നേടുന്നത്. 47,148 വോട്ടുകളാണ് അവിടെ എം ലിജു നേടുന്നത്. പിന്നീടാണ് അടുത്ത ഷെയ്ഖ് പി ഹാരിസ് വരുമ്പോൾ ആ ശക്തി കുറച്ച് കുറയുന്നു. അത് വോട്ട് 40,000-ലേക്ക് ചുരുങ്ങുന്നു. പക്ഷേ വീണ്ടും എം ലിജു അവിടെ മത്സരിക്കുമ്പോൾ 50,000-ലധികം വോട്ടുകളിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നു. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 10,000 വോട്ടുകളുടെ വ്യത്യാസമാണ്. ജി സുധാകരന് അതിൽ 5,000-ഓ 6,000-ഓ വോട്ടുകൾ കൂടുതൽ നേടാൻ കഴിയുമോ എന്ന വലിയ ചോദ്യമാണ്. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് വീണ്ടും ആ മണ്ഡലത്തിൽ തൻ്റെ കരുത്ത് തെളിയിക്കാനാകും. അതാണ് എനിക്ക് മുന്നിലുള്ള ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഒരു 11,125 വോട്ടുകൾ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ 12,000-ഓളം വോട്ടുകളെ എങ്ങനെ ജി സുധാകരന് ഭിന്നിക്കാൻ കഴിയും, അത് എങ്ങനെ തൻ്റെ ഒപ്പം കൊണ്ടുവരാൻ കഴിയുമെന്ന വലിയ ചോദ്യം അവിടെ നിൽക്കുന്നു. ഇന്ന് പ്രചരണത്തിന് അദ്ദേഹം ഇറങ്ങിയപ്പോൾ ആളുകൾ അദ്ദേഹത്തോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിനെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം വരെ നീളുമോ? അതാണ് ഇപ്പോൾ ഒരു വലിയ ചോദ്യമായി ഇപ്പോൾ നമുക്ക് മുന്നിൽ ഉയരുന്നത്. ഇത് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്ന ഈ വിമത നീക്കങ്ങളെ അല്ലെങ്കിൽ ഇത്തരം പ്രവണതകളെയൊക്കെ CPM നമുക്കറിയാം അവരുടെ തുടർ വിശദീകരണ യോഗങ്ങളിലൊക്കെ അത് മാറ്റി പറയിക്കാനൊക്കെ അവർക്ക് പല ഘട്ടങ്ങളിലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സമാനമായ രീതിയിൽ ഈ ആലപ്പുഴ ജില്ലയിൽ ഒക്കെ ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യമുണ്ട്. അതുപോലെ CPI മന്ത്രിക്കെതിരെ താൻ അവിടെ ചെന്ന് എന്ന് പ്രതികരിക്കും അല്ലെങ്കിൽ അവിടെ ചെന്ന് പ്രസംഗിക്കും പൊതുയോഗത്തിൽ എന്നൊക്കെ ജി സുധാകരൻ പറയുന്നുണ്ട്. ഇതൊക്കെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ ഏത് തരത്തിൽ പ്രതികരിക്കും, അതൊക്കെ UDFനെ എങ്ങനെ ബാധിക്കുമെന്നുള്ള അങ്ങനെയൊക്കെയുള്ള നിർണായകമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത്. ഇതാണ് അമ്പലപ്പുഴയുടെ ഒരു ചിത്രം. ഇനി നമുക്ക് ഈ കഴിഞ്ഞ ദിവസം വലിയ കലാപക്കൊടിയൊക്കെ ഉയർത്തിയിരുന്ന കെ സുധാകരനെ ഇന്ന് പലയിടത്തും നമ്മൾ ശാന്തനായാണ് കണ്ടത്. കെ സുധാകരൻ എന്ന് ടി ഒ മോഹനെ കാണുന്നു. ടി ഒ മോഹനൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു. അവിടെ കാണുന്നു. ആ ഒരു നല്ല സമയമൊക്കെ അവർ പങ്കുവയ്ക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായി കലാപക്കൊടി ഉയർത്തിയ കെ സുധാകരൻ ഇന്ന് ശാന്തനായാണ് കോൺഗ്രസ് ക്യാമ്പിൽ വരുന്നത്. പ്രചരണ രംഗത്ത് അത് സജീവമാക്കാൻ അദ്ദേഹം തയ്യാറാകും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ടി ഒ മോഹനെ ഷോൾ അണിയിക്കുന്നു. സുധാകരൻ താൻ പറഞ്ഞ വാക്ക് പാലിച്ചു എന്നൊക്കെ വ്യക്തമാക്കുകയും ചെയ്യും. അതാണ് ഇന്ന് നമ്മൾ കണ്ട ആ ദൃശ്യം. അപ്പോൾ സ്വാഭാവികമായും അവിടെ ടി ഒ മോഹനൻ അവിടെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയാകും കണ്ണൂരിൽ എന്ന പ്രചരണം അല്ലെങ്കിൽ ആ ഒരു വാർത്ത ആദ്യം തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ അവിടെയാണ് തനിക്ക് സ്ഥാനാർത്ഥിത്വം വേണമെന്ന് സുധാകരൻ ആവശ്യപ്പെടുന്നത്. പിന്നീട് റിജിൽ മാക്കുറ്റിയുടെ പേര് അദ്ദേഹം ശുപാർശ ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അവിടെയൊന്നും ഉള്ള കാര്യങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു. സുധാകരൻ പൂർണ്ണമായി പാർട്ടിക്ക് വിധേയനായിരിക്കുന്നു. പാർട്ടിയാണ് വലുത് എന്ന് സുധാകരൻ പറയുന്നു. അടൂർ പ്രകാശും പറയുന്നു. കോൺഗ്രസിന് ഇന്ന് 2 പ്രമുഖ നേതാക്കൾ ശാന്തരായി എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാനമായ ഒരു നേട്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കോന്നിയിൽ സീറ്റ് കിട്ടാത്തതിൽ തനിക്ക് ദുഃഖമില്ല എന്നാണ് അടൂർ പ്രകാശ് ഇന്ന് അറിയിച്ചത്. കോന്നിയിൽ താൻ നൽകിയ സ്ഥാനാർത്ഥിയുടെ പേരാണ് അംഗീകരിച്ചത്. കോന്നിയിൽ മത്സരിക്കാനുള്ള ആഗ്രഹം താൻ AICCയോട് പ്രകടിപ്പിച്ചിട്ടേ ഇല്ല എന്നാണ് അടൂർ പ്രകാശ് ഇന്ന് വിശദീകരിച്ചത്. കോന്നിയിലെ ജനങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ചതനുസരിച്ച് ഞാൻ 23 വർഷക്കാലം കോന്നിയിലെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചതാണ്. എന്റെ പാർട്ടി പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുവാൻ വേണ്ടി മുമ്പോട്ട് വന്നത്. അപ്പോൾ കോന്നിയിലെ ജനങ്ങൾ വീണ്ടും അത് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ MPമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിൽ നിന്നും അതിന് അനുമതി കിട്ടുന്നു എങ്കിൽ മത്സരിച്ചാൽ കൊള്ളാമെന്ന താൽപര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ AICCയിൽ നിന്നും എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ആ തീരുമാനം ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും. AICCയിൽ നിന്നും തീരുമാനമെടുത്തത് മറ്റൊന്നുമല്ല, MPമാർ തൽക്കാലം മത്സരിക്കേണ്ടതായിട്ടില്ല
എന്ന തീരുമാനമെടുത്തു. ആ തീരുമാനം പൂർണ്ണമായി ഞങ്ങൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതനുസരിച്ച് കാര്യങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതാണ് പാർട്ടിയെ സംബന്ധിച്ച് താൻ പാർട്ടിയാണ് വലുത് എന്ന് നേതാക്കളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഉണ്ടാക്കിയ കോലാഹലങ്ങളും അതുപോലെയുള്ള വെടിയും പുകയുമെല്ലാം തീരുമ്പോൾ തങ്ങളൊക്കെ ആത്യന്തികമായി താഴെത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പമാണ് എന്ന വികാരം നേതാക്കൾ പങ്കിടുമ്പോൾ അത് UDF-ന് ഒരു നേട്ടമാണ്. പക്ഷേ അതല്ലാതെ പാർട്ടി വിട്ടുപോകുന്ന ആളുകൾ, അതിനകത്തുള്ള പടലപ്പിണക്കങ്ങൾ, ഇതൊക്കെ എത്ര കണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നേ അത് പൂർത്തിയാക്കാൻ കഴിയും എന്നറിയില്ല. പക്ഷേ ഏതായാലും പാർട്ടി വിടില്ല എന്ന് എൽദോസ് കുന്നപ്പള്ളി അവിടെ വ്യക്തമാക്കുന്നുണ്ട്. എൽദോസ് കുന്നപ്പള്ളി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടയാളാണ്, നേരത്തെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് എൽദോസ് കുന്നപ്പള്ളിയെ ശാന്തനാക്കുന്നുണ്ട്. ഫ്രാൻസിസ് ജോർജ് പറയുന്നത് ഇതൊക്കെ സ്വാഭാവികമാണ്, എൽദോസ് കുന്നപ്പള്ളിക്ക് ഇങ്ങനെ വേദന തോന്നിയതിൽ വിഷമിക്കാനൊന്നുമില്ല, അത് സ്വാഭാവികമായ ഒരു നീക്കമാണ്. ഏതായാലും അത് എൽദോസ് കുന്നപ്പള്ളിക്ക് ഒരു അപ്രതീക്ഷിത ആഘാതമായി പോയി. ആഘാതത്തിൻ്റെ ആഴമെത്ര എന്നത് നമുക്ക് ഇന്നത്തെ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സ്വാഭാവികമായും ദീപ്തി മേരി വർഗീസിനും സമാനമായ ഒരു ആശങ്കയുണ്ടായിരുന്നു. ദീപ്തി മേരി വർഗീസ് സ്ഥാനാർത്ഥിയായി വരും എന്ന് അവർ കരുതിയിരുന്നു. ചില കോൺഗ്രസ് പ്രവർത്തകരും അങ്ങനെ കരുതിയിരുന്നു. അതിനുവേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് ആ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഷിയാസിന് വേണ്ടി പ്രവർത്തിക്കാൻ ദീപ്തി മേരി വർഗീസ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെ മാറുന്നു എന്ന് നമുക്കറിയില്ല. ഇന്നലെ വരെ കലുഷിതരായി നിന്നവർ, ഇന്നലെ വരെ വിയോജിപ്പ് പ്രകടിപ്പിച്ച് നിന്നവർ, ഇന്നലെ വരെ തങ്ങൾ വിമതരായേക്കും എന്ന സൂചനയൊക്കെ നൽകി നിന്നവർ ഒക്കെ ഇന്ന് ഒടുവിൽ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് അവരുടെ നിലപാടുകൾ മയപ്പെടുത്തി ഇറങ്ങുകയാണ്. ചിലരൊക്കെ മറുകണ്ഠം ചാടി കൂടുതൽ സീറ്റ് കിട്ടുമോ അല്ലെങ്കിൽ കൂടുതൽ സ്ഥാനങ്ങൾ കിട്ടുമോ എന്നൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് മറുകണ്ഠം ചാടി അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുമ്പോൾ ഇനിയും കാണാനുണ്ട് വിസ്മയങ്ങൾ. അതുകൊണ്ട് നാളെ നമുക്ക് ഇലക്ഷൻ ചാനലിൽ ആ വിഷയങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.